ആസിഫ് അലി കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ അർഫാസ് സായിബ് ഡയറക്ട് ചെയ്ത് ഇന്ന് തിയേറ്ററിലെത്തിയ ചിത്രമാണ് ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ആണ്. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് അതുമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തം പുതിയ സിനിമ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കൂമൺ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജിത്തു ജോസഫ് അവതരിപ്പിച്ച ചിത്രമാണ് ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന ഷറഫുദ്ദീൻ, അമലാപ്പുൾ, ആസിഫ് അലി തുടങ്ങിയവരാണ്. എന്തൊക്കെയാണ് ജിത്തു ജോസഫിന്റെ ശിഷ്യനായിട്ടുള്ള അർഫാസ് സായിബ് തന്നെയാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. വലിയ പ്രതീക്ഷകളുമായിട്ട് തന്നെയാണ് ചിത്രം എത്തിയിട്ടുണ്ടായത്. തിയേറ്ററിലെത്തിയ ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് ആദ്യ ഭാഗം കഴിഞ്ഞപ്പോൾ മികച്ചൊരു റെസ്പോൺസ് തന്നെ തിയേറ്ററിൽ നിന്നായിട്ട് ലഭിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. ആദ്യ ഷോ കാണാൻ വേണ്ടി വലിയ രീതിയിലുള്ള ഒരു തള്ളിക്കയറ്റം അല്ലെങ്കിൽ വലിയൊരു പ്രേക്ഷകരുടെ ഒരു ഇടിച്ചുകയറ്റം ഒന്നും ഇല്ലെങ്കിൽ പോലും കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ തന്നെ ഒരു സാധാ ഓഡിയൻസ് ആയതുകൊണ്ട് തന്നെ ചിത്രം നല്ലൊരു അഭിപ്രായം തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എല്ലാ സിനിമാ പ്രേമികൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു പരീക്ഷണം തന്നെയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നാണ് ആദ്യ ഭാഗം നൽകുന്ന റിപ്പോർട്ട്. ആദ്യ ഭാഗത്ത് ലഭിക്കുന്ന അതേ പിന്തുണ അല്ലെങ്കിൽ രണ്ടാം ഭാഗത്തിൽ നിലനിർത്താൻ സാധിച്ച ഈ ഒരു സിനിമ വലിയൊരു വിജയമായിട്ട് മാറുന്നു തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫിന് വേണ്ടിയാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ മുഴുനീള റിവ്യൂവിനായിട്ട്. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് ഇന്നത്തെ ദിവസം ആസിഫ് അലി കേന്ദ്ര കഥാപാത്രമായിട്ട് ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ പോകുന്നത് കമന്റ് ബോക്സിൽ പങ്കുക. അടുപ്പിന് ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുക. പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.